നമുക്കൊരു അടിപൊളി ഒരു റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കപ്പ ഫ്രൈ കൊഞ്ച് ചമ്മന്തി എന്ന് പറയാം. അതായത് അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ ഈ കോമ്പിനേഷൻ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പണ്ടൊക്കെ നമ്മളെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഇതൊക്കെയാണ് കൂടുതലായിട്ടും വെച്ചൊക്കെ തരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിഞ്ഞൂടെ, കപ്പ പോലും കഴിക്കാറില്ല. അപ്പം നല്ല വേകുന്ന കപ്പ വേണം നമുക്ക് വേണ്ടത്. ഞങ്ങളുടെ നാട്ടിൽ കപ്പയെന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷെ കപ്പയെന്ന് പറഞ്ഞാൽ ഒരുവിധമുള്ള ആൾക്കാർക്കെല്ലാം അറിയത്തുള്ളൂ. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നതെന്ന് വെച്ചാൽ മരിച്ചീനി എന്നാണ് ഇതിന് പറയുന്നത്. കപ്പയെന്നല്ല, മരിച്ചീനി വേവിക്കുന്നു എന്നൊക്കെയാണ്. പക്ഷെ ചില സ്ഥലത്തൊക്കെ മരിച്ചീനി പുഴുങ്ങുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ മരിച്ചീനി എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി എളുപ്പത്തിനാണ് ഞാൻ കപ്പ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതേ കണക്ക് സൈഡിൽ നമ്മൾ അരിഞ്ഞ് കൊത്തി എടുക്കും. നമുക്ക് കൂട്ടാൻ വയ്ക്കുന്ന പരുവത്തിന് നമ്മൾ അരിഞ്ഞെടുക്കുക. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്ന വെള്ളത്തിലാണ് ഇത് 3-4 വട്ടം വെള്ളത്തിൽ കഴുകിയ കപ്പയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഈ കപ്പ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇത് നല്ല വേകുന്ന കപ്പയാണ് കേട്ടോ. പക്ഷേ വേകാത്ത കപ്പയാണെങ്കിൽ കപ്പ അഥവാ മരിച്ചീനിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. ഇതിനായിട്ട് നമ്മളിപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം കടുകും കറിവേപ്പിലയും ഈ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതാണ് ഇത് നമ്മൾ കപ്പയ്ക്ക് എടുക്കുന്ന കൂട്ടാനെന്ന് വെച്ചാൽ ഫ്രൈ എടുക്കുന്ന സാധനമാണ് ഇത്. ഇനി എന്നിട്ട് ഇതിൻ്റെ അത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തെടുക്കാം. നമുക്ക് ഓൾറെഡി നമ്മൾ കപ്പ പുഴുങ്ങുന്നതിന് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നാലും ഇതിന് നമുക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നിട്ട് നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കണം. ഉപ്പിട്ടോണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ വറ്റൽ മുളകും. നമുക്ക് ഒന്നിടണമെങ്കിൽ ഒന്നിടാം, രണ്ടെണ്ണമെങ്കിൽ രണ്ടെണ്ണം. നമ്മൾ തോനായിപ്പോലെ അത് ജസ്റ്റ് ഒന്നൊരിത് വേണ്ടി നമുക്ക് കുറച്ച് ഇത് വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഈ പരുവത്തിന് വേണമെന്നാണ് നമുക്ക്. സവാള ഒരുപാടങ്ങ് കരിഞ്ഞ് ഇതാവില്ല. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതേ നല്ലൊരു പരുവത്തിൽ നമുക്ക് കിട്ടണം. പിന്നെ ഉഴുന്നുള്ളവർക്ക് ഉഴുന്ന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കും. പക്ഷെ ഞങ്ങൾ ഉഴുന്നൊന്നും ഇട്ടിട്ടില്ല. ചില ആൾക്കാർ ഉഴുന്നൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളിത് ഇങ്ങനെ എന്നിട്ട് കപ്പ നല്ലതുപോലെ വലിയൊരു പാത്രത്തിൽ എടുത്തതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം ഇങ്ങനെ ഇട്ടതിന് ശേഷം എന്നുവെച്ചാൽ നല്ല നിരന്നുള്ളൊരു പാത്രത്തിലായിരിക്കണം. എന്നിട്ട് നമുക്ക് ഈ താളിച്ച എല്ലാം കൂടെ ഫ്രൈ ചെയ്ത സാധനം എല്ലാം കൂടി നമുക്ക് അതിൻ്റെ മീതയിലിട്ടിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഈ ഇതെല്ലാം കപ്പ അടിപൊളി പുട്ട് കണക്ക് വേവുന്ന കപ്പയാണ്. നല്ല സൂപ്പർ സാധനമാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കത് വേണ്ടതെന്ന് വെച്ചാൽ കൊഞ്ച് ചമ്മന്തി. നമ്മൾ ഇന്നിപ്പം കൊഞ്ച് ചമ്മന്തി അരയ്ക്കുന്നത് മിക്സിയിലാണ് കേട്ടോ. കല്ലിൽ അരയ്ക്കാൻ ടൈം കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ അരയ്ക്കുന്നതെന്ന് വെച്ചാൽ പക്ഷേ കല്ലിലരയ്ക്കുന്നതിന് ടേസ്റ്റ് കൂടുതൽ. നമ്മളിന്നിപ്പോൾ മിക്സിയിലാണ് പെട്ടെന്ന് അടിച്ചെടുക്കുന്നത്. അതിന് കൊച്ചുള്ളിയും തേങ്ങ ചിരുകിയതും കറിവേപ്പിലയും പിന്നെ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി. ആവശ്യത്തിന് എരിക്കനുസരിച്ച് മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഉപ്പ്, പാകത്തിന് ഉപ്പ്. നമുക്ക് എത്രയാണ് ഉപ്പ് വേണ്ടത് അത് പാകത്തിന്. പിന്നെ ഓൾറെഡി നമ്മളെ കൊഞ്ച് പൊടിക്ക് ഉപ്പുണ്ട്. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൊഞ്ച് പൊടി വറുത്ത് വെച്ചതാണ് കേട്ടോ. അത് നമ്മളിതിൻ്റെ അകത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക. തോനെ അരയരുത്. നമ്മൾ അരച്ചെടുക്കുമ്പോഴും കല്ലരയ്ക്കുമ്പോഴും നമ്മൾ തോനെ മഷയാണ് കഴിയാണ്ട് ഇതേ കണക്കത്തെ കൺസെപ്റ്റിൽ എടുക്കണം. എന്നിട്ട് നമ്മൾ നല്ല ചൂടോടെ ഈ കപ്പ പുഴുങ്ങിയതും അഥവാ മരിച്ചീനി പുഴുങ്ങിയതും ഇതും കൂടെ രണ്ടും കൂടെ കഴിച്ചാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ്. നിങ്ങൾ വീട്ടിൽ വെച്ചിട്ടില്ലെങ്കിൽ ഒരു ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട